ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ആഫ്റ്റർ എ ലോങ് ടൈം ഒരു വ്ളോഗായിട്ട് വന്നേക്കുവാണ്. സോ ഏകദേശം ലോങ് ടൈം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് സമയമെന്ന്, പക്ഷേ 11 മാസമായി നമ്മളൊരു കണ്ടന്റ് ഇട്ടിട്ട്, അല്ല ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. സോ അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് കൊച്ചി ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ പിള്ളേരുമായിട്ട് അഭയണ്ണനുണ്ട്, അതുപോലെ നമ്മുടെ അപ്പക്കൂട്ടനുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ കൊച്ചിയിൽ പോവാണ്. നമുക്ക് ബാക്കപ്പ് ആയിട്ട് ഒരു മൊബൈൽ വേണമായിരുന്നു, ഒരു ആൻഡ്രോയിഡ് ഫോൺ വേണം. സോ അതെടുക്കാൻ വേണ്ടി നമ്മൾ നേരെ കൊച്ചിയിൽ പോവാണ്. സോ ഇത് നമ്മുടെ നിസാർ ആണെങ്കിലും അവിടെ ഉണ്ട്. സോ നിസാർ നമുക്ക് പോയി നൈസായിട്ട് പിക്ക് ചെയ്തേക്കാം. നമ്മുടെ മൈക്കില്ല കേട്ടോ, നോയിസ് ക്യാൻസലേഷൻ സെറ്റ് അല്ല, ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണും. ഗൈസ്, അപ്പോൾ നമ്മളാണെങ്കിലും നമ്മുടെ നിസാറിന്റെ വീടിന്റെ അടുത്തായിട്ടുണ്ട്. സോ അവിടെ കുറച്ച് പട്ടിയെ കിടപ്പുണ്ട് കേട്ടോ. നിസാറിന്റെ ഫാൻസ് ആണ്, കാണുന്നുണ്ടോ വീഡിയോയില്? കുറെ പട്ടിയുണ്ട്. ഇത് വേറെ യൂണിവേഴ്സ് കേട്ടോ, നമ്മുടെ സ്ഥലമല്ല, ഇത് വേറെ യൂണിവേഴ്സ് ആണ്. അതെ അതെ, ഇത്തിപ്പുഴ യൂണിവേഴ്സ്. ഇത് ഇത്തിപ്പുഴ എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സ് ആണ്. ഇത്തിപ്പുഴ ഉള്ള ആളും വീഡിയോ കാണുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ആള് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മുടെ ആണെങ്കിലും നിസാറ് വന്നിട്ടുണ്ട്. മുഖം അടിച്ച് എല്ലാത്തിനും വിളിച്ചതല്ലേ, അതിന്റെ അച്ഛനോട് വിളിക്കാം നമുക്ക്. കൊറേ വാങ്ങുന്നുണ്ടല്ലോ നമുക്ക്. ചുന്നി രാവിലെ വന്ന് ഫീറോ ഒക്കെ എടുത്ത് പൊട്ടിച്ചിട്ട് പോയിട്ട് ചിന്നിയാരാ? മലയടിച്ചു പോകാല്ലേ? ഗൈസ്, അപ്പൊ നമ്മള് വിറ്റൊരു NS ഉണ്ട്, നമ്മള് സെല്ലാക്കിയൊരു NS ആണ്. അപ്പൊ നമ്മുടെ അഭയണ്ണന്റെ ആണെങ്കിലും NS ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ വണ്ടി കാണാൻ പറ്റി? പരിചയം ടയറാ സമയത്ത് അങ്ങനെ അപ്പൊ നമ്മള് നമ്മുടെ നിസാറിന്റെ മാമയുടെ ആണെങ്കില് മന്തിക്കടൽ എത്തിയിട്ടുണ്ട്. കുബാബ എവിടെയാണ്? ഇവിടെയാണ് കേട്ടോ, തെറ്റിപ്പോയി ഗൈസ്. അപ്പൊ നമ്മൾ അങ്ങനെ നിസാറിന്റെ മാമയുടെ കടയിലാണേല് നമ്മള് മന്തി കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. എടാ കടയുടെ പേരെന്തോടാ? കുബാബ. കുബാബ. സോ അപ്പൊ നമ്മൾ എന്തായാലും മന്തി കഴിക്കാൻ പോണു ഗൈസ്. അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പിള്ളേർക്ക് ഇവിടെ ഒരു ഹായ് പറയാവോ? അപ്പൊ കിട്ടാ നോക്കി. അപ്പൊ നമ്മുടെ മന്തി എങ്ങനെ വരും? പക്ഷെ ഫ്ലാഷ് ഓണാക്കാൻ നൈസ് എന്ന് തോന്നണം കേട്ടാ. ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എടാ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, നല്ല അടിപൊളി ഫുഡായിരുന്നു. സോ അപ്പൊ നമ്മൾ നേരെ ഇപ്പം കടലോട്ടാണ് പോകുന്നത്. ഗൈസ്, അപ്പൊ നമ്മളിപ്പോ നേരെ പോകുന്നത് എങ്ങോട്ടാ? ഗൈസ്, അപ്പൊ നമ്മൾ ലുലുവിൽ പോകണം. കാരണം നമുക്ക് ബാക്കപ്പ് ആയിട്ട് ഒരു ആൻഡ്രോയിഡിന്റെ ഫോൺ നമ്മൾ ബാക്കപ്പ് ആയിട്ട് വാങ്ങിക്കുന്നുണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ നേരെ നമ്മൾ ലുലുവിലോട്ട് പോകണം. ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ ബ്ലോക്കിൽ പെട്ട് നിൽക്കുകയാണ്. പൃഥ്വിരാജ് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ലുലുവില് കേറാൻ പോവുകയാണ്. അയ്യോ ഇറങ്ങട്ടെ. നിസാർ കാർ പാർക്ക് ചെയ്തിട്ട് നീണ്ടിരുന്നു. ഞാൻ അടിക്കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പക്ക സ്റ്റെബിലൈസ്ഡ് ആണ്. പിന്നെ ഒരു സീനും ഇല്ല സാറേ. വല്ല കാറായിട്ടും പോയി ഇടിപ്പിച്ച് കണ്ടുണ്ടോ? എന്റെ മാമം പൈസ ഇറങ്ങി, ഞാൻ കൊടുക്കില്ല. നമ്മൾ ഗൈസ്, അപ്പൊ ഇപ്പൊ ടൈം നോക്കുവാണെങ്കിൽ ഏകദേശം 5:30 AM ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോ എല്ലാവരും കൂടെ മലരിക്കല് പോവാണ്. സോ നമ്മളെ പിക്കുള്ള വണ്ടി ഇപ്പൊ വരും. പട്ടി ഉരയ്ക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അറിയത്തില്ല. സോ എന്തായാലും നമ്മളെല്ലാവരുടെയും ഇപ്പം മലരിക്കൽ പോകാൻ പോകണം. കാര്യം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 മണി കഴിഞ്ഞൊന്നും ചെന്നിട്ട് ലൈക്ക് കാര്യമില്ല. നമ്മൾ പോവാണെങ്കിൽ ഈ ഒരു ടൈം പോയാൽ നമ്മൾ അവിടെ എത്തത്തുള്ളൂ. നമ്മളെ പിക്ക് ചെയ്യാനുള്ള വണ്ടി എത്തിക്കഴിഞ്ഞു.
ഇങ്ങനൊരു വണ്ടി ഇടിച്ചു ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. കടത്തിങ്ങെടുത്താല ചേട്ടൻ പരിപാടിയൊക്കെ ഇതിന് ഞങ്ങൾ നോക്കണം നമുക്ക് ജീവിക്കട്ടെ ചേട്ടാ. നമ്മളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആമ്പരെയാണ് ഫോണിലും കാണാം, പക്ഷെ നമ്മൾ ഇവിടെ വന്ന് കാണുമ്പോൾ അത് വേറൊരു വൈബാണ്. എന്താ പറയാനുള്ളത് പറഞ്ഞു, എന്തിനു പറഞ്ഞു പറയൂ. അവിടെ ഒരുപാട് പേര് പോകുന്നുണ്ട് കേട്ടോ വള്ളത്തേലൊക്കെ. ഈസപ്പം ഈ സ്ഥലത്ത് വരുവാണെങ്കിൽ ഒരു വിഷയം എന്താ വെച്ചാൽ നമ്മള് രാവിലെ ഏകദേശം 9 മണിക്ക് മുന്നേ വരണം. കാര്യം എന്ന് വെച്ചാൽ 9 മണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് പറ 9 മണി കഴിഞ്ഞ് വന്നാല് വിഷയമൊന്നുമില്ല, വള്ളത്തിന് ചെറിയൊരു കുലുക്കം. വിഷയമുള്ള കേസല്ല, പക്ഷെ അവിടെ ഒരു നിസാറുണ്ട്, നോക്കിയുണ്ട് സ്റ്റേറ്റ് ലെവലില് നീന്താൻ പോയിട്ട്, പക്ഷെ കപ്പ് കിട്ടിയില്ല, അത് മാത്രമേ വിഷയമുള്ളൂ. എടാ വള്ളത്തിൽ കേറിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. ഞങ്ങൾക്ക് സീലാണ്, അവരും അത്ര വെറൈറ്റി എക്സ്പീരിയൻസ്. കെട്ടവനെ ഞാൻ പറിച്ചു തരാം. ഇവിടെ ഇത്ര പിഞ്ചു പൂ പറിക്കുന്നത് അതുമ്പോ വിരിയുമല്ലോ. പറഞ്ഞന്നെ